ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ടു സിൽസ് റോഡ്സ്. സിൽസ് റോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്ന നെയ്യാറ്റിൻകരയുള്ള അരുവിപ്പുറം എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്. തീർത്ഥാടന കേന്ദ്രമാണിത്. ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു കേന്ദ്രം കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഓക്കെ. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദര അദ്വേന വാഴുന്ന മാതൃകയാണ് സ്ഥാനമാണിത്. നമ്മൾ യേശുദാസ് മിക്ക സോങ്സ് തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹം പറയാറുള്ള ആ ഒരു കീർത്തനമാണ്. ഇതാണ് അരുവിപ്പുറം ക്ഷേത്രമാണിത്. നമ്മൾ അരുവിപ്പുറത്തുള്ള ശ്രീനാരായണ മഠത്തിൻ്റെ വകയായിട്ടുള്ള ക്ഷേത്രത്തിലാണുള്ളത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് അരുവിപ്പുറം ക്ഷേത്രമാണ്. ശാന്തസുന്ദരമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. നമ്മുടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠാകർമ്മം നടത്തിയത് 1063 കുംഭം 29 ശിവരാത്രി, അതായത് AD 1888 മാർച്ച് 11 ഞായർ 3 AM 3 മണി ചതയ നക്ഷത്രത്തിൽ നെയ്യാറിൽ ശങ്കരൻകുഴിയിൽ നിന്ന് ഗുരുദേവൻ സ്വയം മുങ്ങിയെടുത്ത ശിവലിംഗത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇത് നെയ്യാറാണ് താഴെ ഒഴുകുന്നത്. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ശിവഭഗവാന്റെ ശിവലിംഗമാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ഉള്ളത്. അവിടെ അകത്തായിട്ട് ഗുരുമന്ദിരം, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ചിത്രം
അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്തോട്ട് ക്യാമറ അലൗഡല്ല, അതുകൊണ്ടാണ് ഞാൻ അകത്ത് കാണിക്കാത്തത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയൊന്നും കാണിക്കുന്നില്ല, അതൊന്നും വെളിയിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ നെയ്യാർ ഇതാണ്. നെയ്യാർ ഒഴുകുകയാണ്. ഒത്തിരി ആൾക്കാർ കുളിക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ അതൊന്നും കാണിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് സൂം ചെയ്തൊന്നും കാണിക്കാത്തത്. നല്ല ഒഴുക്കുണ്ട്. ഒത്തിരി തീർത്ഥാടകരായിട്ടുള്ള ആൾക്കാരും കാഴ്ചകൾ കാണാൻ വരുന്നവരുമായിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. പാറക്കൂട്ടങ്ങളാണ് ഉള്ളത്, തെന്നലുണ്ടാവും. അപ്പം പാറയിലൊന്നും കയറിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ വെള്ളം കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചാടി ഇറങ്ങുന്ന പരിപാടി അത് പാടില്ല. കാരണം വഴുക്കൽ നന്നായിട്ടുള്ള ഏരിയയാണ്. നെയ്യാർ ഒഴുകി വരുന്നതാണ്. ഇവിടെ നിന്നാണ് ഗുരുദേവൻ ശിവലിംഗം ഇവിടെ എടുത്ത് പ്രതിഷ്ഠിക്കുകയുണ്ടായത്. ഇതൊരു മലയാണ് നെയ്യാർ. നമുക്കങ്ങോട്ട് പോകാം. നിങ്ങൾ കൂവളത്തുങ്ക കണ്ടിട്ടുണ്ടോ? കൂവളത്തുങ്കയാണ് ഈ ഒരു ഉണ്ടയായിട്ട് കിടക്കുന്നത്. കൂവളത്തിൻ്റെ കായാണ്. നമ്മളെ ആലപ്പുഴക്കാർ കൂവളത്തുങ്ക എന്ന് പറയും. ഇതിൽ ശിവഭഗവാന്റെ ആ ഒരു തേജസ് അതേ രീതിയിൽ തന്നെ ഉണ്ടാകും. ഈ കൂവളത്തുങ്കാലിൽ നിന്നുള്ള ഒരു പഴമക്കാർ പറഞ്ഞുള്ള അറിവുണ്ട്. നിങ്ങൾ ചക്ക കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളുക. പ്ലാവാണ്, ഇത് മാത്രം ചക്കയാണ്. ഇപ്പം ഇതൊന്നും നമ്മളുടെ നാട്ടിലിപ്പം സുലഭമായിട്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഇതിൻ്റെ ഉപയോഗം ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരാണ്. നമുക്ക് വേണ്ടാത്ത ഒരു നല്ലൊരു ഫ്രൂട്ട് നമുക്ക് വേണ്ടാതെ ഉപയോഗശൂന്യമായിട്ട് കളയുന്നു. എല്ലാവരും ചിപ്സ് ഉണ്ടാക്കും, ഉപ്പേരി വറക്കാനൊക്കെ മാത്രമായിട്ടാണ് ഇതിനെ എടുത്തുകൊണ്ടിരിക്കാറുള്ളത്. പക്ഷേ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. പക്ഷേ ആരും യൂസ് ചെയ്യാറില്ല.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് അരുവിപ്പുറം ക്ഷേത്രം അതിൻ്റെ മഠമാണ്. ഇത് നമ്മളുടെ രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്ത സ്തൂപമാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യം ആലേഖനം ചെയ്തിട്ടുള്ള സ്തൂപമാണിത്. 1988 നമ്മളുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധി നാടിന് സമർപ്പിച്ചതാണ് ഈ സ്തൂപം. അപ്പോൾ നമ്മൾ അരുവിപ്പുറത്തുനിന്ന് വിട പറയുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ദിസ് ഈസ് രഞ്ജിത്ത് കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം സിൽസ് റൂട്ട്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇനി ഉള്ളത് ആഴ്ചകളിൽ നിറയെ ട്രാവൽ വ്ലോഗുകളാണ് നമ്മളുടെ ചാനൽ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.